പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു. അവിടുന്ന് നൽകുന്ന ഫലങ്ങൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. ഏഴാം ഫലം വിശ്വസ്തത. പരിശുദ്ധാത്മാവിന്റെ ഏഴാം ഫലം വിശ്വസ്തതയാണ്. സാഹചര്യങ്ങൾ മാറിയാലും ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഹൃദയം. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും, ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. തിരുവചനത്തിൽ ദാനിയേൽ ദൈവവിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അതിനാൽ അദ്ദേഹത്തെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു. എന്നാൽ പരിശുദ്ധനായ കർത്താവ് അവിടുത്തെ രക്ഷിച്ചു. യഥാർത്ഥ വിശ്വസ്തത ഭയത്തിനുമപ്പുറം ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. എട്ടാം ഫലം സൗമ്യത. പരിശുദ്ധാത്മാവിന്റെ എട്ടാം ഫലം സൗമ്യതയാണ്. ശക്തിയുണ്ടായിട്ടും വിനയത്തോടെ കരുണയോടെ പെരുമാറുന്ന മനസ്സ്. അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ശിശുക്കളെ അവന്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു: ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുന്നു, അവരെ തടയരുത്. എന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടെയാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവേൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യത ദുർബലമല്ല, അത് സ്നേഹത്തിന്റെ ശക്തിയാണ്. ഈ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ വിശ്വസ്തതയിലും സൗമ്യതയിലും വളർത്തട്ടെ. നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സാക്ഷിയാകട്ടെ. പ്രാർത്ഥന: വരണമേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ. ആമേൻ.